നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. താറാവുകളുടെ വധശിക്ഷ നീട്ടിവെച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് താറാവ് കർഷകർ AC റോഡ് ഉപരോധിച്ചു. കോൺഗ്രസിനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അഴിമതി ഭരണത്തിനും വർഗീയതയ്ക്കുമെതിരെ ഇടതുപക്ഷ ഐക്യം അനിവാര്യമെന്നും VS. ഉമ്മൻചാണ്ടിയുടെ വിജിലൻസിൽ വിശ്വാസമില്ലെന്ന് KE ഇസ്മയിൽ. അധികാരം ഉപയോഗിച്ച് അഴിമതി കേസിൽ നിന്ന് തലയൂരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇസ്മയിൽ. ചങ്ങനാശ്ശേരിയിൽ 2 കുട്ടികൾക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. പേപ്പട്ടിയെന്ന് സംശയം. നായശല്യം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. കുട്ടനാടൻ മേഖലയിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി മൂലമെന്ന് സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 20,000 താറാവുകളാണ് രോഗബാധ മൂലം ചത്തത്. കണ്ണിൽ നിന്നും രക്തമൊഴുകി തല വിറച്ചാണ് താറാവുകൾ ചാകുന്നത്. രോഗബാധ മൂലം ചത്ത താറാവുകളുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലാബിൽ പരിശോധന നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. H5N1 എന്ന ഏവിയൻ ഇൻഫ്ലുവൻസ ഇനത്തിൽപ്പെട്ട വൈറസാണ് രോഗം പടർത്തുന്നത്. രോഗം പിടിപെട്ട പക്ഷിയിൽ നിന്നും 1 കിലോമീറ്ററോളം വൈറസുകൾ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര, പുറക്കാട്, കൈനകരി, നെടുമുടി, ചമ്പക്കുളം, എടത്വ, തകഴി പ്രദേശങ്ങളിലാണ് പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നത്. ഈ സാഹചര്യം വിലയിരുത്തുന്നതിനായി തലവടിയിലെ വിവിധ പ്രദേശങ്ങളിൽ IMA സംഘം സന്ദർശനം നടത്തി. പക്ഷിപ്പനി ആലപ്പുഴ ജില്ലയിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ താറാവിറച്ചി വിൽപ്പനയും കയറ്റുമതിയും നിരോധിച്ചിരിക്കുകയാണ്. താറാവിനെ കൊല്ലാനുള്ള നീക്കത്തിനെതിരെ കുട്ടനാട്ടിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. താറാവ് കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉപരോധിച്ചു. അൻപതോളം വരുന്ന താറാവ് കർഷകരാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പൊങ്ങ ജംഗ്ഷന് സമീപം ഉപരോധ സമരം നടത്തിയത്. പക്ഷിപ്പനിയാണോ എന്ന് സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ താറാവ് ഉൾപ്പെടെയുള്ള വളർത്തുപക്ഷികളെ കൊല്ലാൻ അനുവദിക്കില്ലെന്ന് കർഷകർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ താറാവ് കുഞ്ഞൊന്നിന് 75 രൂപയും ബാക്കിയുള്ളവയ്ക്ക് 150 രൂപയും നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞ 5-6 ദിവസമായി കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശത്ത് ആയിരക്കണക്കിന് വരുന്ന ഈ താറാവ് കർഷകരാണ് ആശങ്കയിൽപ്പെട്ടത്. താറാവുകൾക്ക് പക്ഷിപ്പനി ഉണ്ട് എന്ന ഒരു യാതൊരുവിധ സ്ഥിരീകരണവും, ഔദ്യോഗികമായ ഒരു കണ്ടെത്തലും സ്ഥിരീകരണവും ഇല്ലാതാണ് അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഇന്നലെ ഈ താറാവുകളെല്ലാം കൊന്നൊടുക്കണം, ചുട്ടുകരിക്കണം, ഈ നിലയിൽ അതിനു വേണ്ടിയുള്ള ആളുകളെ കൂടി നിശ്ചയിക്കപ്പെടുകയാണ്. പക്ഷേ ഇവിടുത്തെ താറാവ് കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും അവരുടെ താറാവിന് ഏതെങ്കിലും തരത്തിൽ രോഗമുണ്ട് എന്ന രൂപത്തിൽ അവർക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ 250 രൂപയുടെയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ കഴിയണം. അതിനുപരി ഇതിന് ഇങ്ങനൊരു പക്ഷിപ്പനി എന്ന് പറയുന്നതുണ്ടോ? അങ്ങനെ താറാവിന് മാത്രമാണോ? ഇവിടെ കോഴികളുണ്ട്. അതുപോലെ തന്നെ പുഞ്ചകൃഷി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിനായ നമ്മുടെ ഇരണ്ടകൾ എന്ന് പറയുന്ന പക്ഷികളുണ്ട്. അത് നമ്മുടെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വരുന്നതാണ്. മുഴുവൻ ജലാശയത്തിലുമുണ്ട്. അത് താറാവിനെ പോലെ തന്നെ ഇരിക്കും. അത്രയും വെയിറ്റ് ഉണ്ട്, അത്രയും വലുപ്പമുള്ളതാണ്. അത് കോടിക്കണക്കിന് നമ്മുടെ ഇപ്പൊ കുട്ടനാട്ടിലുണ്ട്. അവർക്കും ചിലപ്പോൾ ഈ പക്ഷിപ്പനി ബാധിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ അത് ജനങ്ങളുടെ ആശങ്കയും കൂടിയാണ്. കൃഷിക്കാരുടെ പ്രശ്നം മാത്രമല്ല, ഇത് കഴിക്കുന്ന ജനങ്ങളുടെ ആശങ്ക കൂടിയാണ്. അതുകൂടി ദൂരീകരിക്കേണ്ട ബാധ്യതയുണ്ട്. കർഷകരുമായി മന്ത്രിതല സംഘം ചർച്ച നടത്താമെന്ന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 45 മിനിറ്റോളം നീണ്ടുനിന്ന ഉപരോധ സമരം പിൻവലിച്ചത്.
പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുട്ടനാട്ടിലെ താറാവ് കോഴി കർഷകർ ആശങ്കയിലാണ്. ഞങ്ങളുടെ പ്രതിനിധി സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി കഴിഞ്ഞ ദിവസം ചത്തൊടുങ്ങിയ താറാവുകൾ പക്ഷിപ്പനിയുടെ ഭാഗമായിട്ടാണെന്നാണ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് കിട്ടിയ പഠന റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ കുട്ടനാട്ടിലെയും അതുപോലെ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെയും താറാവിനെ കൊന്നെടുക്കാനുള്ള തീരുമാനമാണ് മൃഗസംരക്ഷണ വകുപ്പും അതേപോലെ ആരോഗ്യ വകുപ്പും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ സവിശേഷ സാഹചര്യത്തിൽ ഇതിനോട് പ്രതികരിക്കാൻ ചില താറാവ് കർഷകർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മുടെ കുട്ടനാട്ടിലെ താറാവുകളെ പൊതുവെ പക്ഷിപ്പനി ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിനെ കൊന്നെടുക്കാനുള്ള നടപടിയോടെ എന്താണ് ഇപ്പോൾ താറാവ് കർഷകർക്ക് പ്രതികരിക്കാനുള്ളത്? ഞങ്ങൾ ഒരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് എതിരായിട്ട് നിൽക്കുകയില്ല. ഞങ്ങൾ കുറച്ച് താറാവുകാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉപജീവനം കഴിയുന്ന വർഷങ്ങളായിട്ട് ഇതുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് നല്ലതായ രീതിയിലുള്ള ഇതിന്റെ മുടക്കിയ മുതൽ 200 രൂപ മേളിൽ ഇത് ഞങ്ങൾക്ക് മുടക്കാം. അങ്ങനെ ഒരു താറാവിന് തരികയാണെങ്കിൽ ഏത് പ്രശ്നമില്ലാത്ത താറാവിനെയും കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് തടസ്സം നിൽക്കില്ല. പക്ഷേ ഇപ്പോൾ വരെ റിപ്പോർട്ട് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 2 മണി വരെയും ഇവരെ ചാനലുകാർ പറഞ്ഞിരിക്കുന്നതും ഇവിടുന്ന് ഭോപ്പാലിൽ നിന്ന് വന്നേക്കുന്ന റിപ്പോർട്ടിൽ പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷിപ്പനിക്ക് തുല്യമായ വൈറസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ രാവിലെ തന്നെ താറാവുകളെ മുഴുവൻ കൊന്നെടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത എന്ന് പറഞ്ഞാൽ കിടന്ന ഉറക്കം വരുന്നില്ല. അത്ര വലിയ പ്രശ്നമാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ ദോഷം വരുന്ന ഒരു രീതിക്ക് ഞങ്ങൾ തടസ്സം നിൽക്കത്തില്ല. പക്ഷേ ഇതിനെ കൊന്നെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അർഹതയുള്ള അത് തന്നിരിക്കണം. നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്നിരിക്കണം. തന്നാൽ പോലും ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിന് ഒരു വഴിയില്ല, ഒരു മാർഗമില്ല. ഇതിപ്പോൾ ഇന്ന് ഗവൺമെന്റ് അതിന്റെ ഇപ്പം ഞങ്ങൾ മുടക്കിയ മുതൽ തന്നെന്ന് വിചാരിച്ച് നാളെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ കഴിയും, എങ്ങനെ അരി മേടിക്കും എന്നുള്ള വലിയ വിഷമത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. അത് ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം അതിന് വേണ്ടിയിട്ട് നിൽക്കും. തീർച്ചയായും അങ്ങനെ നിസ്സാരമായിട്ട് കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ കാര്യത്തിൽ എല്ലാ കർഷകരും ആശങ്കയിലാണോ? തീർച്ചയായിട്ടും പറയാം. ഞാൻ ഈ ഒരു കട നടത്തുന്നുണ്ട്. അതിനകത്ത് ഒരു 6-7 കുടുംബം, 6-7 സ്ത്രീകൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഉപജീവന മാർഗം ഇതാണ്. ഇന്ന് കഴിഞ്ഞ ഇപ്പൊ 6-7 കുടുംബം ഇതുകൊണ്ടാണ് കഴിയുന്നത്. ഇപ്പം തന്നെ മറ്റു മേഖലകളിൽ പണിയൊന്നും ഇല്ല. ഇത് ചെയ്യാണ്. പക്ഷെ എന്റെ ഈ കിടക്കുന്ന താറാവിന് യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ന്യായമായിട്ട് നല്ല രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടയ്ക്കാൻ പറഞ്ഞു, അടച്ചു. 6 കുടുംബം, എന്റെ ഉൾപ്പെടെ ആകുമ്പോൾ 7 കുടുംബം പട്ടിണിയില്ല. ഇത് ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് ഈ സംഭവം ഇത് കൊല്ലാനായിട്ടുള്ള ഉത്തരവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിൽ ഒരു 10 അംഗങ്ങളുണ്ട്. ആ 10 അംഗങ്ങളെ ആദ്യം കൊല്ലണം, പിന്നെ താറാവിനെ കൊല്ലും. 10 പേരെ ആദ്യം ഇഞ്ചക്ഷൻ ചെന്ന് കൊന്നിട്ട് താറാവിനെ കൊന്നു. രോഗമില്ലാത്ത താറാവിനെ കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ജീവിത പ്രശ്നമായി, ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. കുടുംബ പാരമ്പര്യമായ താറാവ് കൃഷി ഇതുകൊണ്ട് ജീവിക്കുന്ന എന്റെ വീട്ടിൽ 10 പേരുണ്ട്. ഇപ്പോൾ ഒരു 6000 താറാവുണ്ട്. അതിനൊന്ന് കൊല്ലുവാണെങ്കിൽ ഞങ്ങളെ കൂടെ മുന്നേ കൊല്ലണം. നിങ്ങളുടെ താറാവിന് എന്തെങ്കിലും രോഗങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഈ 10 അംഗങ്ങളെ ആദ്യം കൊന്നുമ്പറ്റ് താറാവിനെ കൊല്ലണം. തീർച്ചയായും ശക്തമായ രീതിയിൽ ഇത്തരം മൃഗസംരക്ഷണ വകുപ്പ് ഇത്തരം നടപടികളുമായിട്ട് മുമ്പോട്ട് പോയാൽ എതിർക്കുമെന്നാണ് താറാവ് കർഷകർ പറയുന്നത്. അതേപോലെ ആലപ്പുഴ ജില്ലയിലെ പുറക്കാട്, പുന്നപ്ര, കൈനഗിരി, അതേപോലെ ചമ്പക്കുളം, നെടുമുടി തുടങ്ങിയ പ്രദേശങ്ങളിലെ താറാവുകളെയാണ് ഇപ്പോൾ നിലവിൽ കൊല്ലാനായിട്ട് ഉള്ള നടപടികളുമായിട്ട് മൃഗസംരക്ഷണ വകുപ്പും അതേപോലെ ആരോഗ്യ വകുപ്പും ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടനാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 20,000-ലധികം താറാവാണ് ചത്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്തായാലും കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകൾ ഈ താറാവ് കർഷകർക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും നൽകിയില്ല. അതേസമയം തന്നെ ഇതിനെ കൊന്നെടുക്കാനുള്ള തീരുമാനമായിട്ട് വരികയാണ്. ഇത്തരം തീരുമാനങ്ങൾ യാതൊരു വിധത്തിലും അംഗീകരിക്കില്ല, നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിനും ബിജെപിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നത് അഴിമതി ഭരണമാണ്. ഇതിനെതിരെ ഇടതുപക്ഷ ഐക്യം അനിവാര്യമാണെന്നും VS പറഞ്ഞു. കോൺഗ്രസിനും ബിജെപിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കേന്ദ്രത്തിലും കേരളത്തിലും നടക്കുന്നത് അഴിമതി ഭരണമാണ്. ഇതിനെതിരെ ഇടതുപക്ഷ ഐക്യം അനിവാര്യമാണെന്നും VS പറഞ്ഞു. CPM കുട്ടനാട് ഏരിയ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VS. കുത്തകകളുടെ, ഭൂപ്രഭുക്കന്മാരുടെ, കോർപ്പറേറ്റുകളുടെ എല്ലാം ഒരു ആശ്രിതനായ നേതാവാണ് പ്രധാനമന്ത്രി എന്നുള്ളത് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള മന്ത്രിസഭയും അതിന് ബദ്ധകങ്കണമായി നിൽക്കുകയാണ്. അപ്പോ
നമ്മള് ഭരണാധികാരികളെ എങ്ങനെ വിലയിരുത്തി ഇന്ത്യ രാജ്യത്തിലെ സാധാരണ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന്, ഇവരെങ്ങോട്ട് പോകുന്നു, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതെല്ലാം തന്നെ ഇന്ത്യയിലെ പൗരജനങ്ങൾക്ക്, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ, കൃഷിക്കാർക്ക് എല്ലാം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം ആദ്യമേ മുതൽ തന്നെ നടത്തുന്നതിനെ കണിശമായിട്ടും ഒരവസരമായി വരികയാണ്. ഭരണത്തിലിരിക്കുന്നിടത്തോളം കഴിയുന്നത്ര കൈയിട്ടുവാരാനാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും ശ്രമിക്കുന്നത്. ബിജെപിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ വർഗീയ ലഹളയുണ്ടാക്കി സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും VS പറഞ്ഞു. മുൻ കുട്ടനാട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK അശോകൻ അധ്യക്ഷനായി. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, D ലക്ഷ്മണൻ, M സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കുട്ടനാട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി G ഉണ്ണികൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വിജിലൻസിൽ ആർക്കും വിശ്വാസമില്ലാതായെന്ന് മുൻ MP KE ഇസ്മയിൽ. അധികാരം കയ്യിൽ വെച്ച് അഴിമതി കേസുകളിൽ നിന്നും തലയൂരാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും ഇസ്മയിൽ. ബാർക്കോഴ കേസിൽ മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ആലപ്പുഴയിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KE ഇസ്മയിൽ. ഈ ബിജു രമേശിനെ ആ നിമിഷം ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുമെന്ന് ചോദ്യം ചെയ്യുന്ന പറഞ്ഞ് പിടിക്കണ്ടേ? എന്താ പിടിക്കാത്തത്? പിടിക്കാൻ കഴിയില്ല. കാരണം അവർ പൈസ കൊടുത്തിട്ടുണ്ട്. ഈ വിജിലൻസിന്റെ മുമ്പിൽ കൊടുത്ത തെളിവുകൾ വിജിലൻസിനെ ആരെങ്കിലും ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ വിജിലൻസിന്റെ ആർക്കാ വിശ്വാസം? വിജിലൻസിന്റെ മുമ്പിൽ നൽകിയ തെളിവുകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. എന്താ ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് കോടതിയിൽ നേരിട്ട് ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി അവർ സന്നദ്ധമാണ്. കോടതി പ്രസിഡന്റായിട്ട് എടുക്കണം. ഇതിലൊരു സന്ധിയില്ല. പല വിഷയങ്ങളിലായി തടി തപ്പി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പല നാൾ കള്ളൻ ഒരു നാൾ അകപ്പെടും, ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. ഈ രാജ്യത്തെ മുഴുവൻ തന്റെ തറവാട്ട് സ്വത്തായി തോന്നിവാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന മറ്റ് ജനവിരുദ്ധ പ്രവർത്തനങ്ങളും ഒന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽപര്യമില്ലാത്ത സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടേത്. ബാർ വിഷയത്തിൽ സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണം നടത്തുന്നതുവരെ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു അധ്യക്ഷനായി. P തിലോത്തമൻ MLA, ജോസ് കാവനാട്, KV സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് B ഗോപൻ, K നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പുഴവാത് സ്കൂളിന് സമീപം പേപ്പട്ടിയുടെ കടിയേറ്റ് 2 കുട്ടികൾക്ക് പരിക്ക്. ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശത്തും തെരുവുനായയുടെ ശല്യം രൂക്ഷമായിട്ടും അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. കുറച്ച് നാളുകളായിട്ട് ഇവിടെ പട്ടിയുടെ ശല്യം കൂടുതലാണ്. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ വെളുപ്പിന് നമ്മൾ ഇറങ്ങി നടക്കുന്നവർക്കെല്ലാം ഈ പട്ടിയുടെ ശല്യങ്ങൾ ഭയങ്കരമായിട്ട് അവരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് ഉച്ച സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും 2-3 കുട്ടികളെ കടിക്കുകയും ചെയ്തു. പട്ടി തന്നെയല്ല തടയാൻ ചെന്ന് ഞങ്ങളെപ്പോലുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൂടിച്ചേർന്ന് അങ്ങനെയുള്ള ആ പട്ടിയെ ഞങ്ങൾ ആ ശ്രമം വിഫലമാക്കുകയും അതിനെ ഞങ്ങൾ നാട്ടുകാരുടെ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഈ വാർഡുകളിൽ, ഈ റോഡുകളിലെ നിരത്തുകളിലെ ഈ പട്ടികളുടെ ശല്യങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സർക്കാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികൾ വേണമെന്ന് ഞങ്ങൾ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ പറയുകയാണ്. അതിനെതിരെ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. ചങ്ങനാശ്ശേരി നഗരസഭയിലെ 26-ാം വാർഡിൽ വയലിൽ സജിയുടെ മകൾ 9 വയസ്സുള്ള ഗായത്രി, ചാപ്പുറത്ത് സോമന്റെ മകൾ 10 വയസ്സുള്ള അഖില എന്നിവരെയാണ് പേപ്പട്ടി കടിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന അഖിലയെയും മുത്താരമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ നടന്ന അന്നദാന വഴിപാടിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലേക്ക് പോകുകയായിരുന്ന ഗായത്രിയെയുമാണ് പേപ്പട്ടി കടിച്ചത്. തുടർന്ന് ഒരു വളർത്തുനായയും പൂച്ചയെയും കടിച്ചു. പ്രദേശത്തെ യുവാക്കൾ പട്ടിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പട്ടിയെ കൂടുതൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. നമുക്ക് ഏവർക്കും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ പരിസരത്ത് നിരന്തരം എപ്പോഴും നമ്മുടെ തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പൽ ഏരിയയിൽ നിന്നല്ല, നമ്മുടെ പഞ്ചായത്തുകളിൽ എല്ലായിടവും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാവരും പറയാറുണ്ട് വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് ഈ തെരുവുനായ്ക്കളുടെ ശല്യം കൂടുന്നത്. അതൊരു കാരണം തന്നെയാണ്. എങ്കിലും ഈ തെരുവുനായ്ക്കളുടെ ശല്യം കുറയ്ക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടി ഉടനടി നടപ്പാക്കണമെന്നാണ് എനിക്ക് കൌൺസിലർ എന്നതിൽ എനിക്ക് പറയാൻ.
എന്നാൽ പേപ്പട്ടിയുടെ കടിയേറ്റ കുട്ടികളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും പേവിഷത്തിന് എതിരെയുള്ള മരുന്ന് ഇവിടെ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കി. തുടർന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ 7,500 രൂപയോളം വില വരുന്ന മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങി നൽകുകയായിരുന്നു. സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ ലഭ്യതക്കുറവ് സ്വകാര്യ കമ്പനികളെ സഹായിക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ചെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. താറാവ് കർഷകർക്ക് നഷ്ടപരിഹാരം എത്ര നൽകിയാലും അപര്യാപ്തമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷിപ്പനി ബാധ കണ്ടെത്തിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷിപ്പനി ബാധയുണ്ടായ പുന്നമട, ഭഗവതിപാടം, സ്വാമിച്ചിറ ഭാഗത്താണ് സന്ദർശനം നടത്തിയത്. ഇത് 2 മാസത്തിൽ കൂടുതലുള്ള താറാവാണോ? 2 മാസമായ താറാവുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് 75 രൂപയും മറ്റ് 2 മാസത്തിൽ കൂടുതൽ പ്രായമായ താറാവുകൾ മരിക്കുന്നതിന് 150 രൂപയും വെച്ച് നഷ്ടപരിഹാരം കൊടുക്കാനെന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രതിരോധ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ യോഗത്തിൽ വെച്ച് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ തയ്യാറാക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ആലപ്പുഴ ജില്ലയാണ്. പ്രത്യേകിച്ച് കുട്ടനാട്, അപ്പർ കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നതായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം നടന്നു. പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകളെ സംയോജിപ്പിക്കുന്നതിനു വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചത്. പോലീസ്, KSRTC, KSEB, ജലഗതാഗത വകുപ്പ്, ജല അതോറിറ്റി, ഫയർഫോഴ്സ്, ഗ്രാമപഞ്ചായത്ത്, എക്സൈസ്, ആരോഗ്യവകുപ്പ്, PWD, റവന്യൂ തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ, ചക്കുളത്തുകാവ് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി, KK ഗോപാലകൃഷ്ണൻ നായർ, രമേശ് ഇളമൺ നമ്പൂതിരി, സന്ദേശ് ഗോകുലം, സത്യൻ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു.
പൊങ്കാലയുടെ നടത്തിപ്പിന് ക്ഷേത്ര ഭരണസമിതിയും 501 അംഗ ഉത്സവ കമ്മിറ്റിയും കൂടാതെ വിവിധ സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർ ഉൾപ്പെടുന്ന 1001 അംഗ വോളണ്ടിയേഴ്സ് ടീമും ഉണ്ടാവും. ചമ്പക്കുളം ഫാദർ തോമസ് പൊരൂക്കര സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ ഈ മാസം 27-ന് സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ പോൾ മാങ്ങാട്ട് പറഞ്ഞു. കുട്ടികളിലെ വിദ്യാഭ്യാസത്തോടൊപ്പം സേവന മനോഭാവം വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സംരംഭം ഞങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചത്. അതേ തുടർന്ന് തന്നെ ഈ വർഷവും ഞങ്ങളൊരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തുവാൻ തീരുമാനിച്ചു. അതിൽ നിന്നും സമാഹരിച്ചെടുത്ത പണം കൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഫുഡ് ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തുന്നത് ഈ മാസം 27-ാം തീയതിയാണ്. ഇതിന്റെ ഉദ്ഘാടനം 27-ാം തീയതി 10 മണിക്ക് നടക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കുട്ടനാടൻ മുൻ MLA KC ജോസഫാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിനെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഫുഡ് ഫെസ്റ്റിവലിന്റെ ടൈറ്റിലായിട്ട് തന്നെ ഞങ്ങൾ ചാവറ ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വർഷം ഒരു വീടെന്ന മുദ്രാവാക്യമുയർത്തി കഴിഞ്ഞ വർഷമാണ് ഭക്ഷ്യമേള ആരംഭിച്ചത്. ഫുഡ് ഫെസ്റ്റിവലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് സ്കൂളിലെ പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്നതാണ് പദ്ധതി. 27-ന് രാവിലെ 10-ന് നടക്കുന്ന മേള മുൻ MLA ഡോക്ടർ KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോഴിയും താറാവും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ മേളയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്കൂളിൽ വിതരണം ചെയ്ത കൂപ്പൺ ഉപയോഗിച്ച് വിവിധ സ്റ്റാളുകളിൽ നിന്ന് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങാൻ കഴിയുമെന്നും ഫാദർ പോൾ മാങ്ങാട് പറഞ്ഞു. ഒരു പ്രത്യേക കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കുട്ടനാട്ടിലെ ഈ പ്രത്യേകമായി ഉണ്ടായ ഈ താറാവ് ചത്തു വീഴുന്നു. അത് ബേർഡ് ഫ്ലൂ ആയിട്ടാണ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ കാരണത്താൽ തന്നെ സ്കൂൾ PT എക്സിക്യൂട്ടീവ് ഇന്ന് തന്നെ കൂടി തീരുമാനിച്ചു താറാവും ചിക്കനും നമുക്ക് വേണ്ടെന്ന് വെക്കാമെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് രണ്ടും ഞങ്ങളെ ഒഴിവാക്കുകയാണ്. ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠയുടെ ആവശ്യം നമുക്കില്ല. വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം കേരളത്തിലെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചുവെന്നത് നല്ലതു തന്നെ. എന്നാൽ വൃദ്ധരെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ് യുവജനങ്ങൾ ഇന്ന് ആലോചിക്കുന്നതെന്ന് ബേബി പാറക്കാടൻ. PZ ജോസഫ് ഫൌണ്ടേഷൻ ആഭിമുഖ്യത്തിൽ കാവാലം ആശ്രമം ഹാളിൽ നടത്തിയ വൃക്കരോഗ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ആയുസ്സിന്റെ വലിപ്പം ഇന്ന് 70 വയസ്സിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് 70-ഉം സ്ത്രീകൾക്ക് 72-മാണ് ശരാശരി നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം. ലോകത്ത് ഇത്രയും ആയുസ്സുള്ള ജനത കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ രാജ്യത്തും ഇതിൽ താഴെയാണ് ആയുസ്സിന്റെ ദൈർഘ്യം. ഇപ്പൊ കേരളത്തിലെ ജനങ്ങളും കാനഡയിലെ ജനങ്ങളും ശരാശരി ആയുസ്സിന്റെ കാര്യത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള തലമുറ ആദ്യമായി കല്യാണം കഴിച്ച് സുഖമായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് വേറെ മേലെ താമസിക്കണം. ഈ പ്രായം ചെന്ന ആളുകൾ തലയിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, ഇതുങ്ങൾ എന്നാണ് ഇനി ചാവുന്നത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടിയാണ് ഇന്ന് ഭൂരിപക്ഷം വരുന്ന യുവതലമുറ ഇന്ന് മുതിർന്ന തലമുറയെ പഠിക്കുന്നത്. കേരളത്തിൽ പ്രതിവർഷം വൃക്കസ്തംഭനം വന്നു മരിക്കുന്ന രോഗികളിൽ 90% പേരും ശരിയായ ചികിത്സ സമയത്ത് നടത്തുവാൻ സാധിക്കാതെയാണ് മരണമടയുന്നത്. ലളിതമായ പരിശോധനകൾ വഴി രോഗനിർണയം നടത്തി തക്ക സമയത്ത് ചികിത്സിച്ചാൽ ഇത് ഒഴിവാക്കാവുന്നതാണെന്നും ബേബി പാറക്കാടൻ പറഞ്ഞു. ഫാദർ ഡേവിസ് ചിറമൽ ചെയർമാനായുള്ള കിഡ്നി ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സുരക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. PZ ഫൌണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റോജോ ജോസഫ് അധ്യക്ഷനായി. കിഡ്നി ഫെഡറേഷൻ കോർഡിനേറ്റർ ഷിബു പീറ്റർ, സോമനാഥ കുറുപ്പ്, ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി SB കോളേജ് MBA വിഭാഗമായ ബർക്കുമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ 19ാമത് വ്യവസായ സംരംഭകനുള്ള പുരസ്കാരം ഡബിൾ ഹോഴ്സ് ഉടമ രഞ്ജി ജോണിന് സമ്മാനിച്ചു. ചൊവ്വാഴ്ച SB കോളേജ് കാവുഹാട്ട് ഹാളിൽ വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജോലി നേടിക്കൊള്ളുന്നതല്ല, ജോലി നൽകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് അപേക്ഷിക്കുക, ആ ജോലി നേടിപ്പോകുക എന്നുള്ളതായ ലക്ഷ്യമെങ്കിൽ ഇന്ന് ആ കാലം മാറി നമ്മളെ ജോലി നേടിപ്പോകുന്നതായിട്ടല്ല
പുതിയ തലമുറയെ കാണുന്നത് അവരെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നവരായി പുതിയ തലമുറ മാറണം. എനിക്ക് സ്റ്റീഫൻ മാക്സാർ അപേക്ഷയോട് അടുത്ത വർഷം മുതലെങ്കിലും യങ് എംപ്ലോയീസ് അവാർഡ് നൽകണം. കാരണം ഈ പേര് വായിച്ചാൽ കേരളത്തിലെ എസ്റ്റാബ്ലിഷ്ഡായ അവരെ ഞങ്ങൾക്ക് മികവ് ലഭിച്ചത്. പക്ഷെ ആ ഒരു ബ്രാൻഡ് ഇല്ലാതെ ക്യാമ്പസിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ 5 കൊല്ലത്തിനിടയിൽ അവർ നല്ല സമരം ആരംഭിച്ചാൽ അവരെ കൊണ്ടൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് വളരെയേറെ പ്രോത്സാഹനമാകും. SB കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി പടിഞ്ഞാറ വീട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CF തോമസ് MLA, MSMEയുടെ ഡയറക്ടർ GS പ്രകാശ്, വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സുധീർ K തുടങ്ങിയവർ സംസാരിച്ചു. പാറേൽ തിരുഹൃദയ നിവാസ് സ്പെഷ്യൽ സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റോട്ടറി തിരുഹൃദയ നിവാസ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നിറക്കൂട്ട് നവംബർ 28-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാറാൽ തിരുഹൃദയ നിവാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലോത്സവം തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബിജു നെടിയകാലപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. CF തോമസ് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ KS ശശികുമാർ, ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദ്, SH പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫ്ലവർ ടോം തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് നിറക്കൂട്ട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ ആർട്ടിസ്റ്റ് സിബി ചങ്ങനാശ്ശേരിയെ ചടങ്ങിൽ ആദരിക്കും. 4 സ്റ്റേജുകളിലായി ദേശഭക്തിഗാനം, സംഘനൃത്തം, പെയിന്റിംഗ്സ്, കരകൌശല വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയാണ് മത്സര ഇനങ്ങൾ. വിവിധ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 400 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് തിരുഹൃദയ നിവാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിക്കും. നിഷ ജോസ് കെ മാണി വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യും. ടിഷ്യൂ കൾച്ചറിലൂടെ ബയോഡീസൽ ചെടി വികസിപ്പിച്ചെടുത്ത ഡോക്ടർ ജിക്കു ജോസിന് ചടങ്ങിൽ വൊക്കേഷണൽ സർവീസ് അവാർഡ് നൽകും. പോൾ ജോസഫ് IAS, സാജു മഞ്ചേരിക്കളം, സിസ്റ്റർ സിസിലി പോൾ എന്നിവർ സംസാരിക്കും. വിഭിന്ന ശേഷിയുള്ള വിദ്യാർത്ഥികളുടെ ശാക്തീകരണമാണ് മേളയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാറേൽ തിരുഹൃദയ നിവാസ് സ്പെഷ്യൽ സ്കൂൾ രജതജൂബിലി ആഘോഷങ്ങൾ ഭാഗമായി സംഘടിപ്പിക്കുന്ന റോട്ടറി തിരുഹൃദയ നിവാസ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നിറക്കൂട്ട് നവംബർ 28 രാവിലെ 10 മണിക്ക് പാറേൽ തിരുഹൃദയ നിവാസ് ഓഡിറ്റോറിയത്തിൽ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബിജു നെടിയാലപ്പറമ്പിൽ അധ്യക്ഷൻ. ഏകദേശം 37 സ്പെഷ്യൽ സ്കൂളുകളാണുള്ളത്. ഈ 37 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുമാണ് കുട്ടികളെ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്കറിയ ജോസ് കാട്ടൂർ, അഡ്വക്കേറ്റ് ടോമി കണിയാംപ്ലാക്കൻ, ബിജു നെടിയകാലപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ബോബൻ തെക്കേൽ, സിസ്റ്റർ ഫ്ലവർ ജോസ്, പോൾ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. BJP തകഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വെള്ളിയാംകുളം പരമേശ്വരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തകഴി ഗ്രാമപഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത്. കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് MR സജീവ്, PK വാസുദേവൻ, സുരേഷ് പരിയാത്ത്, G ശ്രീകുമാർ, C കൃഷ്ണമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ വാർഷികവും ദൈവദശകം ശതാബ്ദി ആഘോഷവും നടന്നു. പൊങ്ങ ഗുരുമന്ദിരത്തിൽ നടന്ന ചടങ്ങ് GDPS ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ പുളിങ്ങുന്ന് ഉദ്ഘാടനം ചെയ്തു. മേൽനോട്ടങ്ങൾ വലിച്ച് നടത്തിക്കാൻ വേണ്ടി നമുക്ക് സന്യാസി എല്ലാം കുറവാണ്. നമുക്ക് പുതിയതായി നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കുട്ടികൾ പോലും ആ ബ്രഹ്മവിദ്യാലയത്തിലേക്ക് പോകുന്നില്ല. അതിനോട് 1-2 കുട്ടികളായിരിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ. അതിനെ സന്യസിക്കാൻ വിടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇപ്പോഴത്തെ തൊഴിലാളികളുടെ വരവ് നിന്നായിട്ടാണ് കഴിഞ്ഞ ദിവസം അറിയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പോലും തൊഴിലാളികളുടെ വരവ് നിന്നിട്ട് തമിഴ്നാട് കർണാടകത്തിലായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ നമ്മുടെ ഇവിടുത്തെ പണികൾ. ഇപ്പൊ അത് ബംഗാളി ആസാം മേഖലയിലേക്ക് മാറി. എന്താ തമിഴ്നാട്ടിലെയും കുടുംബ ആസൂത്രണത്തിലെ ഫലമായിട്ട് 1-2 കുട്ടികളായിട്ട് നിജപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ട് മനസ്സിലാക്കണം. ഇനി ഒരിക്കലും തമിഴിനെ ഒന്നും നാട്ടിലേക്ക് കിട്ടത്തില്ല. താലൂക്ക് പ്രസിഡന്റ് TK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസ്പർശാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. AC രാജീവ്, ഡോക്ടർ അനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അവയവദാന സമ്മതപത്ര സമർപ്പണവും ശിവഗിരി തീർത്ഥാടന വിളംബര കമ്മിറ്റി രൂപീകരണവും നടന്നു.
ചരമവാർത്തകൾ. തിരുവല്ല നെല്ലിവേലി മത്തായി സിറിയക് നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 3 തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. താറാവുകളുടെ വധശിക്ഷ നീട്ടിവെച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് താറാവ് കർഷകർ AC റോഡ് ഉപരോധിച്ചു. കോൺഗ്രസിനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അഴിമതി ഭരണത്തിനും വർഗീയതയ്ക്കുമെതിരെ ഇടതുപക്ഷ ഐക്യം അനിവാര്യമെന്നും VS. ഉമ്മൻചാണ്ടിയുടെ വിജിലൻസിന് വിശ്വാസമില്ലെന്ന് KE ഇസ്മയിൽ. അധികാരം ഉപയോഗിച്ച് അഴിമതി കേസിൽ നിന്ന് തലയൂരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇസ്മയിൽ. ചങ്ങനാശ്ശേരിയിൽ 2 കുട്ടികൾക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. പേപ്പട്ടിയെന്ന് സംശയം. നായശല്യം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.